ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് രാവിലെ തന്നെ ഇവിടെ അടിപൊളി മഴയായിട്ട് പെയ്ത് തീർന്നിക്കണേ. പിന്നെ സ്കൂൾ തുറക്കുന്ന ദിവസമാണല്ലോ, അപ്പൊ ഞാൻ അവർക്ക് ദേ പുട്ടും കടലായിട്ട് ഉണ്ടാക്കണമെന്ന്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് എന്തോ മഴയൊക്കെ വീണാൽ ഒരു തൊണ്ടയ്ക്ക് ഒരു സുഖമില്ലായി. അപ്പൊ ഞാൻ ചുക്ക് കാപ്പിയായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഏട്ടന് ഞാൻ കൊടുത്ത ഏട്ടൻ ദേ കഴിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ. അപ്പൊ അത് ഞാൻ പൊന്നൂസും അതിന്റെ പിന്നെ കൂടെ പൊന്നൂസിന്റെ വണ്ടി ഒന്ന് പൊന്നൂസും പോയിട്ട് അങ്ങനെ ഞാൻ പൊന്നൂസിനെ അങ്ങനെ യാത്ര പറഞ്ഞയച്ച് ഞാൻ അകത്തേക്ക് കയറിയിട്ടാ. പിന്നെ ഇനി കുറച്ച് പണികളുണ്ട്. ഇങ്ങനെ അപ്പൂസിനെ ഞാനായിട്ട് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പൊ അപ്പൂസിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഇടയിൽ ഞാൻ ചിക്കുവിനുള്ള ഫുഡ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കുവിന് ഞാൻ മുട്ടയും ചോറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അപ്പൂസിനോട് വേഗം യൂണിഫോം ഒക്കെ എടുത്തിടാൻ പറഞ്ഞു. അപ്പൊ ചിക്കുന് എന്താണെന്ന് അറിയില്ല ട്ടോ. ഇന്ന് എന്നോട് ഒരു പിണക്കൊക്കെ ഉണ്ട് ട്ടോ. എന്താണെന്ന് അറിയില്ല. അപ്പൊ രാവിലെ ഞാൻ ചെന്ന് നോക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ അവൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെ എന്നോടൊരു പിണക്കൊക്കെ ഉണ്ട് ട്ടോ. അങ്ങനെ ഞങ്ങളിത് യാത്രയായിട്ടുണ്ട്. അങ്ങനെ അപ്പൂസ് സ്കൂളിലേക്ക് 2 മാസം ശേഷം പോകട്ടെ. അപ്പൊ ചെറിയൊരു മടിയൊക്കെ ഉള്ള പോലെ. അപ്പൊ അപ്പൂസ് പഠിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലാണ് കേട്ടോ. അപ്പൊ ഞാൻ അവനെ കൊണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് കേട്ടോ അവൻ ടാറ്റയൊക്കെ തരുന്നത്. അങ്ങനെ അവനെ കൊണ്ടാക്കിയ ശേഷം ഞാൻ അമ്പലത്തിൽ കയറിയിട്ടാണ് കുടമാണിക്ക് അമ്പലത്തിലായിട്ട് ഞാൻ വന്നത്. അങ്ങനെ അവിടെ കയറി തൊഴുത് ഒരു സമാധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നുട്ടാ. കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പ്രദക്ഷിണം വെക്കട്ടെ. അപ്പൊ ഞാൻ ഈ പ്രദക്ഷിണം വെക്കേണ്ട പിന്നെ മീനൂട്ട് ഉണ്ടായിരുന്നു, മീനൂട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ മഴ പെയ്ത് തോർന്നതിന്റെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. രാവിലെ ഒക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അത് തോർന്നതിന്റെ ഒരു വെയിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ചൂടുണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പോഴുള്ള ഒരു അവസ്ഥ. അങ്ങനെ കുളത്തിന്റെ അവിടെ കുറേ നേരം അവിടെ ഒക്കെ നിന്നിട്ട് അങ്ങനെ മീനൂട്ടൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഞാൻ ഗേറ്റൊക്കെ അടിച്ചത് അകത്ത് കയറാൻ പോകണം. ഇനി കുറേ പണികളുണ്ട്, അലുത്ത് കുലുത്ത് പണികൾ കുറച്ചിട്ടിട്ട് എനിക്ക് വീട്ടിലെ അടുക്കളയിലത്തൊക്കെ അങ്ങനെ ഒക്കെ വലിച്ചു വരിട്ടിട്ടാണ് ഞാൻ പോയിക്കണത്. രാവിലത്തെ തിക്കും തിരക്ക് അങ്ങനെയാണ്. അങ്ങനെ ഇന്ന് പിന്നെ ഉച്ചവരെ സ്കൂളിലെ കാരണം ആദ്യം ഞാൻ അപ്പൂസിനെ പോയി കൊണ്ടുവന്ന ശേഷമായിട്ട് പുന്നൂസിന്റെ വണ്ടി വന്നത്. അങ്ങനെ അപ്പൂസിനോട് ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ അപ്പൂസ് എന്നോട് ചിരിക്കാനിട്ട്. അപ്പൂസ് എന്താണെന്നറിയില്ല ആലോചിച്ച് നിൽക്കുന്നുണ്ട്, എന്താ കാര്യം എന്നറിയില്ല. അങ്ങനെ ഞാൻ ഞായറാഴ്ച ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിട്ട് സ്കൂളിൽ. അപ്പൊ ആ സമയത്ത് എനിക്ക് ടീച്ചർ സിസ്റ്റർ എനിക്കൊരു കേക്കിന്റെ കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു. കേക്ക് ചെറിയൊരു പാക്കറ്റ് കേക്ക്. അപ്പൊ അത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്ന് ഞാൻ പെട്ടെന്ന് ബാഗ് എടുത്ത് നോക്കിയിട്ട് ഈ സാധനം ഇരിക്കാണ്ടത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവർക്ക് അത് പൊട്ടിച്ചു കൊടുത്തു. രണ്ടുപേർക്കും ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേക്ക്. അങ്ങനെ ഞാനൊരു കഷ്ണം കഴിച്ചുട്ടോ. പിന്നെ ഉച്ചത്തെ ഊണിന്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിക്കണം ഇനി. അപ്പോഴായിട്ട് സുഭാഷേട്ടൻ ഫോൺ വിളിച്ച് പറയുന്നത് ഉച്ചയ്ക്ക് ഊണാക്കി എത്തില്ല പറഞ്ഞിട്ട്. അപ്പോൾ ന്യൂസ് അപ്പം എന്നെ മടി കിടന്നിട്ട് സ്കൂളിലെ വിശേഷങ്ങളായിട്ട് പറയുന്നത്. നാളെ അല്ലെങ്കിലും സ്കൂളിൽ കിട്ടുന്ന എല്ലാ വിശേഷങ്ങളോട് പറയൂട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.